ആദരമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ ദിവസങ്ങൾ ഓരോന്നും മനുഷ്യന്റെ അടുക്കൽ കടന്നു വന്നിട്ട് എല്ലാ ദിവസവും വിളിച്ചു പറയുമാത്രേ. ദിവസങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ യൗമുൻ യഅതി ഇല്ലാ യഖൂലു ലിഇബ്നി ആദം ഇന്നി യൗമുൻ ജദീദ് وإني على ما يعمل في شهيد وإني إذا غربت الشمس لم يرجع إليك بعد اليوم إلى يوم القيامة. എല്ലാ ദിവസം വിളിച്ചു പറയുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രസംഗം തുടങ്ങി കഴിഞ്ഞു, നമുക്ക് സമയമില്ല. പാട്ടുപാടി രസിക്കാനുള്ളതല്ല ഇൽമിന്റെ മജ്‌ലിസ്, അല്ലെങ്കിൽ കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല ഇൽമിന്റെ മജ്‌ലിസ്. ഖുർആൻ, അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനങ്ങൾ, ഹദീസുകൾ, ഉലമാക്കളുടെ കിതാബിന്റെ ഇബാറത്തുകൾ കൊണ്ടാകണം നമ്മുടെ ഇൽമിന്റെ മജ്‌ലിസ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ ഒരു അധ്യാപനമാകട്ടെ തുടക്കം നമ്മൾ തുടങ്ങി വെക്കുന്നത് ഒരു ഹദീസാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് പഠിച്ചു വെക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ. ദിവസം എല്ലാ മനുഷ്യരോടും ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, ഡെയിലി ആവർത്തിച്ചുകൊണ്ടിരിക്കും. قال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലൈസ യൗമുൻ ഇല്ലാ യഅതി വയഖൂലു ലിഇബ്നി ആദം. എല്ലാ ദിവസവും മനുഷ്യരുടെ അടുക്കലിലേക്ക്, ആദമ സന്തതികളുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ദിവസം വിളിച്ചു പറയുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമക്കളെ, ഇന്നി യൗമുൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ അമലുകളുണ്ടോ, ഏതൊക്കെ സൽക്രമങ്ങളുണ്ടോ, ഏതൊക്കെ തിന്മകളുണ്ടോ, അതെല്ലാം തന്നെ ഞാൻ സാക്ഷിയാണ്. നീ നമസ്കാരം നിലനിർത്തിയവനായാൽ, നീ നോമ്പ് പിടിച്ചവനായാൽ, നീ സകാത്ത് കൊടുത്തവനായാൽ, നീ പാവങ്ങളെ സഹായിക്കുന്നവനായാൽ, ആ നന്മകൾക്ക് മുഴുവനും ഞാൻ സാക്ഷിപത്രമാണ്. നീ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് നൽകാതെ, ഹജ്ജാകുന്ന പരിപൂർണമായ ഒന്ന് അമല് നീ ചെയ്യാതെ നടക്കുന്നു കഴിഞ്ഞാൽ ആ തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ ചെയ്യുന്ന സകലമായ പ്രവർത്തനങ്ങൾ അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഞാൻ സാക്ഷിയാണെന്ന് ദിവസം മനുഷ്യനോട് ഡെയിലി വിളിച്ചു പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡേറ്റ് എന്താ? 26 ഇംഗ്ലീഷ് മാസം. ഈ ഡേറ്റ് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? പറഞ്ഞത് ശരിയല്ലേ? നീ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ നിന്നിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു, നീ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ സാക്ഷിപത്രമാണ്, ഞാൻ സാക്ഷിയാണ്. ദിവസം പറയാം, ദിവസം റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിൽക്കും. നീ ഇന്ന നന്മ ചെയ്തത്, നീ ഇന്ന പാവപ്പെട്ടവന് കൊടുത്ത സദഖ, അത് 1 രൂപയായിരുന്നാലും, വീട്ടിലേക്ക് കടന്നു വന്ന പാവപ്പെട്ടതാകുന്ന വിധവകളുടെ കയ്യിലേക്ക് നീ നൽകിയതാകുന്ന സദഖ, അത് കേവലം 1 രൂപയായിരുന്നാലും, എന്നിൽ നീ പ്രവർത്തിച്ചതാകുന്ന അമലുകൾക്ക് ഞാൻ സാക്ഷിപത്രമാണെന്ന് ദിവസം മാനവനോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ദിവസം പറഞ്ഞു വെക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗാണ് പ്രസക്തം, നമ്മുടെ വിഷയവുമായി ബന്ധമതാണ്. وإني إذا غربت الشمس لم أرجع إليكم بعد هذا اليوم إلى يوم القيامة.
അല്ലയോ സഹോദരാ സഹോദരി, താച്ചയിൽ മുക്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ, നിങ്ങളെ മാത്രമല്ല ദിവസം വിളിക്കുന്നത്, എല്ലാവരെയും ദിവസം വിളിക്കുകയാണ്. കരുനാഗപ്പള്ളി ദേശത്തുള്ളവരെ വിളിക്കുകയാണ്, കാസർഗോഡ് ദേശത്തുള്ളവരെ വിളിക്കുകയാണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് ലൈവായി വാത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും വിളിക്കുകയാ, എല്ലാ ഗൾഫിലുള്ള പ്രവാസികളെ ഉൾപ്പെടെ അതാ വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, ദിവസം പറയുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദര സഹോദരി, إذا غربت الشمس لم أرجع إليكم بعد هذا اليوم إلى يوم القيامة. ദിവസമാകുന്ന ഞാൻ ഇന്നത്തെ രാത്രി കൊണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ഇതാ അസ്തമയ സമയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, നേരം പ്രദോഷത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇനി ഒരിക്കലും തന്നെ ഖിയാമത്ത് നാൾ വരെ ഞാൻ തിരിച്ചു വരികയില്ല. 26-ാം തീയതിയാണ് ഈ സെപ്റ്റംബർ 26. ഇനി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരുമോ സഹോദര? ചിന്തിക്കണേ ഉമ്മമാരെ, എന്തേ ചിന്താശക്തി നമ്മൾ പണയം വെച്ചു പോയോ? നമസ്കരിക്കാത്ത ഉമ്മ, നോമ്പ് പിടിക്കാതിരുന്ന സഹോദര, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വന്നിട്ട് പോലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഇബാദത്തുമായി കടന്നു വരാതെ, താല്പര്യമല്ലാതെ ഇറങ്ങി നടന്ന, കള്ളുകുടിച്ച് രസിച്ചതാകുന്ന, രമിച്ചതാകുന്ന പ്രിയപ്പെട്ട സഹോദര, നീ ചിന്തിക്കണേ, തൗബ ചെയ്യണേ. ദിവസം നിന്നോട് വിളിച്ചു പറയുകയാണ്, വൈനി ഇദാ ഖറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഇനി ഖിയാമത്ത് നാൾ വരെ നിനക്ക് എന്നെ കിട്ടുകയില്ല, എന്നെ അമൽ ചെയ്യാൻ കിട്ടുകയില്ല. അസ്തമിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞു, മഗ്‌രിബോട് കൂടി. അങ്ങനെയാണ് അറബി മാസം അങ്ങനെയാണ് കണക്കാക്കുക. മഗ്‌രിബോട് കൂടി ദിവസം കഴിഞ്ഞു, നാളത്തെ ഡേറ്റ് ഇന്ന് പോലെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്, മഗ്‌രിബോട് കൂടി തുടങ്ങി. അങ്ങനെയാണ് മഗ്‌രിബ് മുതൽക്ക് പിറ്റേ ദിവസത്തെ മഗ്‌രിബ് വരെയാണ് നമ്മുടെ അറബി മാസത്തെ കലണ്ടർ പോകുന്നത്. മറ്റേത് ഇംഗ്ലീഷാണ്, രാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കണക്കാക്കുന്ന ഒരു സമയം. നമ്മുടേത് അങ്ങനെയല്ല. രാത്രി 12 മണി തുടങ്ങി പിറ്റേ ദിവസം 12 മണി വരെ, രാത്രി എത്തുന്നത് വരെ 11:59 വരെ, അത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ്. നമ്മുടെ അങ്ങനെയല്ല, മറിച്ച് മഗ്‌രിബ് മുതൽക്കാണ്. അതുകൊണ്ട് വൈനീദാ ഖറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ദിവസം നമ്മളോട് പറയാൻ, അമൽ ചെയ്തില്ല എങ്കിൽ ആർക്കാ നഷ്ടപ്പെട്ടത്? നിനക്കാണ് നഷ്ടപ്പെട്ടത്, നമുക്കാണ് നഷ്ടപ്പെട്ടത്. ദിവസം പറയുന്നു, ഞാൻ ഇനി ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ മടങ്ങി വരൂല, അസ്തമയത്തോടുകൂടി ഞാൻ പോകും കേട്ടോ. ഇതെല്ലാ ദിവസവും രാവിലെ വിളിച്ചു പറയുന്നുണ്ട് മാനവനോടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കി നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, മരണം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനോട് പറഞ്ഞില്ലയോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാ വഇദാ അംസൈത ഫലാ തന്തദിരി സ്വബാഹ്. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞാൽ, കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ പൊട്ടി പുലർന്നു വരുമ്പോ, മനുഷ്യ നീ സന്തോഷിക്കേണ്ടതില്ല, എനിക്കൊരു ദിവസം കൂടി ആയുസ് കിട്ടിയെന്ന് കരുതരുതേ. ഫലാ തന്തദിരിൽ മസാ. പ്രഭാതമായാൽ പ്രദോഷത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അംസൈത ഫലാ തന്തദിരി സ്വബാഹ്. പ്രദോഷമായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യ സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ കരുതേണ്ടതില്ല രാവിലെ ഞാൻ നേരം വിളിപ്പിക്കുമെന്ന്. നേരം വിളിക്കുമ്പോൾ മരണപ്പെട്ടു പോയ എത്രയെത്ര സഹോദരങ്ങളുണ്ട്. തന്റെ പ്രിയപ്പെട്ട പ്രിയതമനോടൊപ്പം രസിച്ചും രമിച്ചും ജീവിച്ചു കഴിഞ്ഞ സഹോദരിയാ,
രാവിലെ സുബഹിയുടെ സമയത്ത് താച്ചയിൽ ജംഗ്ഷനിൽ കടക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ വന്ന് വിട്ടു വിളിക്കുകയാണ്. എണീക്കണേ ഇക്ക എന്ന് പറയുകയാണ്. അതാ ഇക്ക എഴുന്നേറ്റ് കാണുമെന്ന് കരുതിക്കൊണ്ട് ഒന്നുവെടുത്ത് കടന്നു വരുന്ന സഹോദരി വീണ്ടും ഇക്കയെ കാണുന്നത് ഉറങ്ങി കിടക്കുകയാണ്. വിളിക്കുകയാണ്, സഹോദര അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമായി എഴുന്നേക്കണേ, സുബഹി നമസ്കരിക്കണേ. ആ പാവപ്പെട്ട സഹോദരനെ കുലുക്കി വിളിക്കുകയാണ്. ബെഡ് കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ട് വീണ്ടും വിളിച്ചു നോക്കുമ്പോ ആ സഹോദരൻ അനക്കമില്ല. 2 മണിക്ക് 3 മണിക്ക് സൈലന്റ് അറ്റാക്ക് ആയി അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു മനുഷ്യനും അറിയുന്നില്ല, ഒരു സഹോദരിയും അറിയുന്നില്ല. ഇതല്ലയോ മരണം, ഇതല്ലയോ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം. പിന്നെന്തിനാണ് സഹോദരാ സഹോദരി പരസ്പരം കടിച്ചു കീറുന്നത്? കാണുമ്പോൾ സലാം പറയാതെ മുഅ്മിനേ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? പരസ്പരം അന്യോന്യം ഇങ്ങോട്ടും സംസാരിക്കാതെ കഴിഞ്ഞുകൂടുന്നത് എന്തിനു വേണ്ടിയാണ്? മുസ്ലിമേ നീ ഒന്ന് നന്നാവണ്ടയോ, അതിലൂടെ മക്കളും നന്നാവണ്ടയോ? വൈദാ അംസൈത ഫലാ തന്തളിരി സബാ, പ്രദോഷമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, എന്താ ഈ പറയുന്നത്? ഇതൊക്കെ ഹദീസല്ലേ? അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് സഹോദരങ്ങളെ ഖബർ? ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇങ്ങനെ സമയം ഇങ്ങനെ പോകും. കാരണം ഇപ്പൊ തന്നെ അരമണിക്കൂറായി. 10 മണിക്ക് തുടങ്ങി 10:30 നമ്മളിങ്ങനെ സമയം വെക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലോകാവസാനമാകുമ്പോ ഒരു വർഷം ഒരു മാസമായി വരുമത്രേ. ഒരു മാസം ഒരാഴ്ചയായി നിങ്ങൾക്ക് തോന്നുമത്രേ. ഒരു ആഴ്ച ഒരു ദിവസമായി പരിണമിക്കുമത്രേ. ഒരു ദിവസം ഒരു മണിക്കൂറായി മാറുമത്രേ. ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി മാറുമെന്ന് അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോഴും ചിന്തിക്കും, ജുമായ്ക്ക് മാത്രമാണ് കരുനാഗപ്പള്ളിയിൽ. വീട്ടിലോട്ടെത്തും, 2 പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഓർത്ത് ഇത് എത്ര പെട്ടെന്നാ വെള്ളിയാഴ്ച പെട്ടെന്നാകുന്നത് പോലെ എനിക്ക് തന്നെ അനുഭവപ്പെടുകയാണ്. ജുമാ പെട്ടെന്ന് തന്നെ വരികയാണ്. അപ്പൊ തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലായി, വ്യക്തമായി തിരിച്ചറിവ് നമുക്ക് തന്നെ പലർക്കും അങ്ങനെയുണ്ട്. ചില ആളുകൾ വിവാഹം കഴിഞ്ഞിട്ട് പറയും, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. അപ്പോഴാണ് പലരും ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ് 3 കൊല്ലം കഴിഞ്ഞോ? വാപ്പ മരണപ്പെട്ടു പോയിട്ട് ഉസ്താദേ 10 കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് കുടുംബാദികൾ പലരും ചിന്തിക്കുന്നത്, 10 കൊല്ലം കഴിഞ്ഞോ? എന്ത് പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്, ദിവസങ്ങൾ പോകുന്നത്. പക്ഷെ മനുഷ്യൻ നന്നാവുന്നില്ല. ഇത്ര സ്പീഡിൽ ദിവസം പോയിട്ട് പോലും അവന്റെ നമസ്കാരങ്ങളെ ചിട്ടയാക്കാൻ, അവന്റെ അമലുകൾക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ മാനവൻ തയ്യാറാകുന്നില്ല, സഹോദരിമാർ തയ്യാറാകുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ സഹോദരങ്ങളെ ഖബർ എന്ന് പറഞ്ഞു? ഞാൻ ഖബറിനെ കുറിച്ച് പറഞ്ഞ പ്രസംഗം മുബാറക് വീഡിയോസിന്റെ സഹോദരൻ പിടിച്ചത്, അത് വളരെ റാഹത്തായ നിലയിൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് കേട്ടിട്ടുള്ള പല സഹോദരങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട തുടക്ക ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോ ആ ഖബറിലുണ്ടാകുന്ന ഇടുക്കം, അതിന്റെ ഞെരുക്കം, അതിന്റെ പ്രയാസങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന്റെ ഒക്കെ വളരെ ഭീമമാകുന്ന ചരിത്രം. അല്ലാഹു അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റൊരു സൃഷ്ടിച്ചതാണ്. അല്ലാഹു ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഖബറിൽ ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. നമ്മൾ പോയി കടക്കേണ്ട സ്ഥലമല്ലേ സഹോദരങ്ങളെ ഖബർ? മരിക്കും തീർച്ചയാണ്. എന്തായാലും മരണമുണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയാണ്. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞ നിലയ്ക്ക് ഇനി നമ്മൾ വിട പറയുമെന്നുള്ള കാര്യം അതിൽ അവിതർക്കിതമാണ്, സുനിശ്ചിതമാണ്. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ദിവസത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ജമാഅത്താകുന്ന നമസ്കാരത്തിന് വേണ്ടി, പരിശുദ്ധമാകപ്പെട്ട മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സാലിഹീങ്ങളിൽ സാലിഹാത്തുകളുടെ ജനാസയായി അല്ലാഹു നമ്മുടെ ജനാസയെ പരിണമിപ്പിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ കൊതിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുൻപ് വേണ്ട മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ദുആ എന്താ? തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
ഇതെപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ടതാണ്. തവഫനി മുസ്ലിമ, അല്ലാഹു എന്നെ മുസ്ലിമായിട്ട് നീ മരിപ്പിക്കണേ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളാകുന്ന ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സാലിഹത്തുകളാകുന്ന സഹോദരിമാർ, അവരോടൊപ്പം എന്റെയും നീ കൂട്ടണേ അല്ലാഹ്. എപ്പോഴും നമ്മുടെ ദുആയിൽ വേണം. ഇതൊക്കെ ഈ ദുആകളൊന്നും ഇന്ന് നമസ്കാരത്തിന് ശേഷം കേൾക്കാനില്ല. ദുആരൊക്കെ അവിടെ ഇരിക്കാനും ആരും തയ്യാറാകുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര നല്ല പ്രാർത്ഥനകളാണ് ഇതൊക്കെ. മുൻഗാമികൾ ചെയ്തതല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. എത്ര മഹത്തരമായ പ്രാർത്ഥനയാണ്. എന്താണ് സഹോദരങ്ങളെ ഖബർ? ഖബർ എന്താണ്? പഠിച്ചു വെച്ചോളി. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോ എന്താണ് ആ ഖബറിൽ ആദ്യമായിട്ടുണ്ടാകുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കടന്നു വരികയാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു, ഇദാ ദഖല ഖബറഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഖബറിൽ സംഭവിക്കുന്നത്, ഖബറിൽ അവൻ കണ്ടുമുട്ടുന്നത് ആരെയാണ്? ആരെയായിരിക്കും ഖബറിൽ അവൻ കണ്ടുമുട്ടുക? ഒരു സഹാബിയുടെ ചോദ്യമായിരുന്നു. ആരെയാ കണ്ടുമുട്ടുക? നിങ്ങൾ പറയാ. മലക്കുകളെ. ശരി തന്നെയാണ്. നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? മലക്കുകൾ എന്ന് പറയാം. ഏത് മലക്കാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു അത്രേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അത യബ്ന മസ്ഊദ്. ശ്രദ്ധിക്ക്. ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആരെയാണ്? നമുക്കൊക്കെ ഒരു മനസ്സിൽ ആശങ്കയാണ്. ഈ സഹോദരങ്ങളെ, അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരല്ലേ? ഞാൻ ഈ പറയുന്ന വിഷയം നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ നമ്മുടെ ഖബറിൽ രാവിലെ കാണാനുള്ളതാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജനാസ മറവാടും. തീർച്ചയായും നാളത്തെ വൈകുന്നേരത്തിലേക്ക് എന്റെ ജനാസ വെക്കൂല. തീർച്ചയായും എന്റെ വല്യുപ്പ ശൈഖുനാ തഴവ ഉസ്താദ്, മർഹൂം തഴവ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. വലിയ സാത്വികരായ വ്യക്തിയാണ്. കേരളക്കര എന്നല്ല, ലോകം കണ്ട ഏറ്റവും വലിയ അത്യുന്നത വ്യക്തിയാണ്. മരണപ്പെട്ടു. 2.5 മണിക്കൂർ സമയം അദ്ദേഹം ജനാസ വെച്ചുള്ളൂ. എന്തിനു വേണ്ടി? അദ്ദേഹം കുഴിച്ച് നേരത്തെ തന്നെ തയ്യാർ ചെയ്തു വെച്ച ആ ഖബറിലെ മണ്ണൊന്ന് നീക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സമയം. ആളെ വിളിച്ചു, അതൊന്ന് മണ്ണൊന്ന് മാറ്റി 2.5 മണിക്കൂർ കൊണ്ട് അടക്കി കഴിഞ്ഞു. മയ്യിത്ത് നിസ്കരിച്ച് അടക്കി കഴിഞ്ഞു. ലോകം കണ്ട ഒരു അത്യുന്നത പണ്ഡിതന്റെ ജനാസ കൊണ്ടുവന്ന് അടക്കിയത് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കൊച്ചു കുറ്റിപ്പുറം, തഴവ കുറ്റിപ്പുറത്തുള്ള ഒരു മഖബറയുടെ കാര്യമാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്ക്. നേരത്തെ തന്നെ ഖബർ ജീവിതത്തിൽ തന്നെ തയ്യാർ ചെയ്തു വെച്ചതാണ്. അതിനുവേണ്ടി ഖബറിന്റെ മുകളിലിടുന്നതാകുന്ന സ്ലാബ്, ആ സ്ലാബ് വാർക്കുന്നതിന് വേണ്ടി തന്നെ അതിനുവേണ്ടിയുള്ള മെറ്റിൽ ഇറക്കിയിട്ട് ഓരോ മെറ്റിലും 11 ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് മാറ്റിയിട്ടു. എന്തിനു വേണ്ടി? ഖുർആൻ ഓതിയതാകുന്ന സ്ഥലത്തേക്ക് പുഴുക്കൾ വരികയില്ല, ഇഴജന്തുക്കൾ സ്പർശിക്കുകയില്ല എന്നുള്ള പരിശുദ്ധ റസൂലിന്റെ അധ്യാപനം നിർത്തി. ഖബറിന്റെ മേളിൽ സ്ലാബ് ഇടുവല്ലോ, ആ ഇടുന്ന സ്ലാബ് വറക്കുന്നതിന് വേണ്ടി അതിലിറക്കിയതാകുന്ന മെറ്റിലിൽ ഓരോ മെറ്റിലിന്റെ കഷ്ണവും എടുത്തിട്ട് 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി അതിൽ ഊതി മന്ത്രിച്ച് മാറ്റിയിടുക. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഖബർ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം.
അദ്ദേഹത്തിന്റെ ഭാര്യയോട്, എന്റെ വല്ലുമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ ഖബർ ഞാൻ റെഡിയാക്കി തരാം, പക്ഷെ ഇതേപോലെ എന്ത് ചെയ്യണം, ഓരോ മെറ്റിലും എടുത്തിട്ട് 11 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വീതം ഊതി മാറ്റി. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ചെയ്തു. അവർക്ക് രണ്ടുപേരുടെയും ഖബറിനുള്ള സ്ലാബ് നേരത്തെ വാർത്ത് തയ്യാർ ചെയ്ത് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. രണ്ടുപേരും മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതിന് തൊട്ടുചാരെ തന്നെ എന്റെ മാമ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ സമയത്ത് നമ്മൾ അതൊക്കെ ഓർക്കേണ്ടവരാണ്. കാരണം നമ്മൾ പോയി കടക്കേണ്ടതാണ് ഖബർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ആദ്യമായി ഖബറിൽ അഭിമുഖീകരിക്കേണ്ടത് ആരെയാണ്? മലക്കുകളെയാണെന്ന് നിങ്ങൾ പറഞ്ഞു. മലക്കുകളെയാണ്. പക്ഷേ ഏത് മലക്കാണ് ആദ്യം വരുന്നത്? പലരും കരുതിയിരിക്കുന്നത് ഖബറിൽ വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാം മാത്രമാണെന്നാണ്. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദ്യമായി ഖബറിലേക്ക് വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാം അല്ല. ആദ്യമായി ഖബറിലേക്ക് വരുന്നതിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നു, ആദ്യമായിട്ട് ആരാണ് വരുന്നത് എന്നോട് ചോദിച്ചതാകുന്നു ഇബ്നു മസ്ഊദേ, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ആ ചോദ്യം എന്നോട് ചോദിച്ചത് നീ മാത്രമാണ്. ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് നീ തന്നെയാണ്. അതുകൊണ്ട് ഞാനിതാ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇബ്നു മസ്ഊദേ, ഈ ഹദീസ് ഇമാമിങ്ങൾ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവ്വലു മാ യദ്ഖുലുൽ മയ്യിതു ഇദാ ദഖല ഖബറഹു ഇസ്മുഹു റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഖബറിലേക്ക് വരുന്നത് റൗമാൻ എന്ന മലക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം ആരാ വരിക? റൗമാൻ എന്ന മലക്ക്. ഇതൊക്കെ പഠിച്ചു വെച്ചോ. അല്ലാതെ ഇദ്ദേഹം ഒരാൾ വരുമ്പോഴത്തെ നിങ്ങളുടെ പേര് മുൻകറാന്നോണം ചോദിക്കാൻ നിൽക്കണ്ട. റൗമാൻ എന്ന മലക്കായിരിക്കും ആദ്യമായി ഖബറിലേക്ക് കടന്നു വരിക. മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലാത്തൊരു കോലമാണ്, രൂപമാണ്, ഭാവമാ റൗമാൻ എന്ന മലക്കിനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്കിന്റെ ജോലി എന്താണ്? ആ മലക്ക് വന്നുകൊണ്ട് അവനോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ, ഉക്തുബ് അമലക, നിന്റെ അമലിനെ നീ രേഖപ്പെടുത്തണേ. നിന്റെ അമല് നീ രേഖപ്പെടുത്തണം. എല്ലാം രേഖപ്പെടുത്തണം. നന്മയും തിന്മയും സർവ്വതും രേഖപ്പെടുത്തണം. നന്മ മാത്രം പോരാ, തിന്മയും രേഖപ്പെടുത്തണം. നമുക്ക് നന്മയാണോ കൂടുതൽ, തിന്മയാണോ ചിന്തിക്കും. അള്ളാഹു നമ്മളെ നന്മകൾ അധികരിച്ച കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. പ്രത്യേകിച്ച് 40 പേര് കൂടുന്നിടത്ത് ഇജാബത്തുണ്ടെന്നാണ്. ഇതിപ്പോ എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ. അതുകൊണ്ട് സ്വീകരിക്കപ്പെടും തീർച്ചയാണ്. ദുആ ചെയ്തിട്ടേ പിരിയാവുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇന്ന് ലാസ്റ്റ് സമാപന ദിവസം, നാളെ ഞായറാഴ്ചയാണ്. സുഖമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോയെന്ന് വേണേ സുബഹി കഴിഞ്ഞിട്ട് ഉദയം കഴിഞ്ഞ് കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്യാം. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുള്ളൂ. ഇതുപോലൊരു സദസ്സ്. നമ്മൾ കളിതമാശ പറയില്ലല്ലോ, ഖുർആനും ഹദീസും ഓതിയല്ലേ പോകുന്നത്. അതുകൊണ്ട് ചിന്തിക്ക് നമ്മുടെ നന്മയിലേക്ക് നമ്മൾ മുതൽ കൂട്ടാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ വെക്കുമ്പോ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, നിന്നെ പള്ളിയുടെ 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് വെച്ചിട്ട് കുടുംബാദികൾ മൂടുകല്ല് വെച്ചിട്ട് തിരിച്ചു പോകുമ്പോ അതാ ഖബറിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, ഉക്തുബ് അമലക, നിന്റെ അമലെല്ലാം എഴുതണേ.
മശറയിലേക്കൊന്നുമല്ല, ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങാൻ. നീ ഇതുവരെ ചെയ്ത പ്രായപൂർത്തി എത്തിയ സമയം മുതൽ നീ ചെയ്തതാകുന്ന സർവ്വ നന്മ തിന്മകളും വേഗം എഴുതി കൽപ്പന ക്രിയയാണ്. വേഗം അബ്ദുള്ള അള്ളാന്റെ അടിമയെ വേഗം എഴുതാൻ പറയും. വല്ല പേനയുണ്ട്, കടലാസുണ്ട്, ഒരു സംഭവം ഇല്ല. ഖബറിലല്ലേ ഇരിക്കല്ലേ. ഇപ്പൊ ഇവിടെ വെച്ചാണെങ്കിൽ നമ്മൾ എഴുതാൻ പേപ്പറും പേനയും നിങ്ങളുടെ വാങ്ങി എഴുതാന്ന് പറയാം. ഖബറിനകത്ത് പോയി ഒറ്റയ്ക്ക് കിടക്കാണ്. എവിടെ പേനയും പേപ്പറും ഒന്നുമില്ല. ഖബറിൽ കിടക്കുന്നതാകുന്ന സഹോദര സഹോദരിമാരെ വിളിച്ചു പറയും മാത്രേ, യാ മലക്, അല്ലയോ മലക്കേ, യാ മലക് റഹ്മാൻ, അല്ലയോ റഹ്മാൻ എന്ന മലക്കേ, മമഈ ദവാതുൻ വലാ ഖിർതാസ്, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എന്റെ കയ്യിൽ കടലാസില്ല, ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? പേനയില്ലല്ലോ, കടലാസില്ലല്ലോ. അപ്പോഴാണ് ആ മലക്ക് വിളിച്ചു പറയുന്നത്, റഹ്മാൻ എന്ന മലക്ക് പറയുകയാണ്, കഫനുക ഖിർതാസുക വയസ്ബഉക ഖലമുക വമിദാദുക റീഖുക. നിന്റെ കഫൻ പുടയില്ലയോ? 3 തുണി കഫൻ പുട നിന്റെ പ്രിയപ്പെട്ട മക്കള് നിനക്ക് വേണ്ടി നൽകിയില്ലയോ? ആകെ കൂടെ നീ ഖബറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കഫൻ തുണിയാണ്. 20,000 40,000 കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ ദുനിയാവിൽ സമ്പാദിച്ചവനല്ലയോ? കോടിക്കണക്കിന് ധനമുള്ള മനുഷ്യനല്ലയോ? ഇന്ന് ഖബറിലേക്ക് നീ വരുമ്പോ വെറും കയ്യോടെയോ വന്നിരിക്കുന്നത്? കഫൻ തുണിയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. കാതില് സ്വർണ്ണാഭരണമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, കൈവെള്ളയിലതാ മോതിരമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, കൈകാലുകളിൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടിപ്പതച്ചുകൊണ്ട് കല്യാണ ആർഭാടങ്ങൾ കാണിച്ചതാകുന്ന താച്ചേമുക്കിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഖബറിലേക്ക് പോകുമ്പോ നിനക്കൊന്നുമില്ല, ഒന്നുമില്ല. 3 തുണി കഫൻ പുടവ മാത്രമാണ്. ആ കഫൻ പുടവ മാത്രമാണ്. ആ കഫൻ പുടവയെ നോക്കിക്കൊണ്ട് മലക്കുൽ മൗത്ത് പറയുകയാണ്, കഫനുക ഖിർതാസുക, കടലാസിദാ നിന്റെ കഫനാണ്. ഇനി നിനക്ക് പേനയില്ല എങ്കിൽ, ഇനി നിനക്ക് മഷിയില്ല എങ്കിൽ, ഇതാ മഷി ഞാൻ നിനക്ക് നൽകാൻ പോയാണ്. വയസ്ബഉക ഖലമുക വമിദാദുക റീഖുക. നിന്റെ വായിലേക്ക് നിന്റെ വിരലെന്നുടനെ നിന്റെ വായിലൂടെ നുരയുണ്ടല്ലോ, പതയുണ്ടല്ലോ, ആ വായിലൂടെ തത്തിക്കളിക്കുന്നതാകുന്ന നുരകളും പതകളുമാണ്, ഉമനീരാണ് നിന്റെ മഷിക്കുപ്പി. നിന്റെ വിരലിന്റെ തുഞ്ചമാണ് പേന. ആ പേനയാകുന്ന നിന്റെ വിരൽ കൊണ്ട് നിന്റെ വായിലൂടെ ഒഴുകി നടക്കുന്ന ഉമനീരിലേക്ക്, മഷിയിലേക്ക് മുക്കിക്കൊണ്ട് കഫൻ പുടയിൽ നീ എഴുതണേ. അല്ലാ അല്ലാ ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, സ്വഹാബത്തെ, സാബത്തെ, ഒരു വല്ലാത്ത രംഗമാണ്, ഭീതിതമായ അന്തരീക്ഷമാണ്. ഒരാൾ പോലും തുണയില്ല. ദുനിയാവിൽ ഒരു പേര് പോലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു എസ്സേ എഴുതി തീർക്കാത്ത മനുഷ്യനാണ്. അവന്റെ പ്രായപൂർത്തി എത്തിയ സമയം മുതൽ അവൻ ആ മരിക്കുന്ന സന്ദർഭത്തിൽ വരെ ചെയ്തതാകുന്ന സകല തിന്മകളും നന്മകളും എഴുതാ തുടങ്ങുമത്രേ. എല്ലാം എഴുതണം, ഒന്നും വിട്ടുകൊടുക്കില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ, മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോ എസ്സേ എഴുതെന്നും പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ട് അള്ളാഹ് എഴുതാത്ത ഹയവാൻ ഇന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, അവസ്ഥ ചിന്തിച്ചു നോക്ക് അവസ്ഥ. ഖബറിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ ഒറ്റയ്ക്ക്, ഖബറിൽ നിന്ന് കഫൻ പുടവിലേക്ക് എഴുതണം, ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് എഴുതണം മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ഖബറിൽ നടക്കാൻ പോവാണ്, ഖബറിൽ സംഭവിക്കുന്നത്. അത് ഇങ്ങനെ ഒരു മലക്കിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. മുങ്കര നക്കീർ എന്നൊക്കെ ഇതുവരെ നമ്മൾ കേട്ടു. ഇതേതാണ്? ഇത് പുതിയതാണല്ലോ? പുതിയതല്ല, ഇത് പഴയത് തന്നെയാണ്. പക്ഷെ നമുക്ക് പുതിയതാണ്. നമ്മളിപ്പോഴാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. ആദ്യമായി ഖബറിൽ വരുന്ന മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. റുമ്മാൻ പഴമല്ല, അതാ നമ്മൾ കഴിച്ചിട്ടുള്ളത്, നമുക്ക് അതേ പരിചയമുള്ളൂ. റൗമാൻ മലക്കിന്റെ പേര്.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മലക്ക് വന്നുകൊണ്ട് എഴുതാൻ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എല്ലാം എഴുതണം, എല്ലാം എഴുതണം. ചെറുപ്പകാലഘട്ടം മുതൽ മുഴുവനും പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്ന സെക്കൻഡ് വരെയുള്ളത് മുഴുവൻ എഴുതാൻ പറയാം. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ചെയ്ത് എഴുതാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഓർത്തെടുത്ത് നമുക്ക് എഴുതാൻ കഴിയും. ഇന്ന് രാവിലെ നീ നേരം വെളുത്തത് മുതൽ ചെയ്തത് ഇതുവരെയുള്ളത് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കഴിയും. അത് തന്നെ എന്താ ഉള്ള അമലൊന്നും ഇല്ല. രാവിലെ നേരം വെളുത്തു എഴുന്നേറ്റ് എത്ര മണിക്ക്? 8 മണിക്ക് എഴുന്നേറ്റ്. സുബഹിയില്ല. പിന്നെ ളുഹർ നിസ്കരിക്കുന്നതിന്റെ സമയത്ത് നമ്മൾ കരുനാഗപ്പള്ളി പള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ളുഹർ നിസ്കരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി കാര്യങ്ങൾ എഴുതാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അമലൊന്നും ഉണ്ടാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരുടെയും കാര്യമല്ല, ചില ആളുകളുടെ ചില ആളുകൾ നന്നാവാനാണ് ഇത്തരത്തിലുള്ള വാഴ്. അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.